ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ചുനങ്ങാട് AVM HSS MSV MUPS സ്കൂളുകളിലായി നടക്കും. ഒക്ടോബർ 6, 7, 8 തീയതികളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. 2025-26 വർഷത്തെ ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം AVM HSS ചുനങ്ങാട്ടിലും MSV MUPS ചുനങ്ങാട്ടിലും വെച്ചാണ് നടക്കുന്നത്. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളും MSM UP സ്കൂളും വേദിയാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പൊതുവായ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. 6-ാം തീയതിയാണ് തുടക്കം കുറിക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുകയാണ്. ഒക്ടോബർ 6-ന് സാമൂഹ്യ ഗണിതശാസ്ത്രമേള, ഒക്ടോബർ 7-ന് ശാസ്ത്ര IT മേള, ഒക്ടോബർ 8 വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയവ നടക്കും. ഒറ്റപ്പാലം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 4000-ൽ പരം പ്രതിഭകൾ പങ്കെടുക്കും. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ഒറ്റപ്പാലം ഉപജില്ലയിലെ ഈ മത്സരം ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിലും MSVM സ്കൂളുമായിട്ട് സംഘടിപ്പിക്കുകയാണ്. ഒക്ടോബർ 6, 7, 8 തീയതികളിലായി ഏകദേശം ഓരോ ദിവസവും 1500-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു മേള വളരെ നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ നിർവഹിക്കും. സമാപന സമ്മേളനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കും. ശാസ്ത്രമേള ഇത്തവണ വിദ്യാലയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ 3 ദിവസങ്ങളിലായി ഓരോ ദിവസം 1000-ഓളം കുട്ടികളടക്കം 1000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസങ്ങളിലായി 4000-ഓളം ആളുകൾ കുട്ടികളടക്കം ആളുകൾ പങ്കെടുക്കും. അവർക്ക് വേണ്ട ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, മറ്റ് സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരുടെ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. PTA പ്രസിഡന്റ് ഷനു ബാബു P, പ്രിൻസിപ്പൽ സജു T വർഗീസ്, ഹെഡ് മാസ്റ്റർ കബീർ അലി KT, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനിൽ KP തുടങ്ങിയവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടക്കുന്നത് ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം മേളയുടെ മാനുവലിൽ കാതലായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഇടപെടൽ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഓൺ ദ സ്പോട്ടിൽ വെച്ച് തന്നെ പല മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്നും അതുപോലെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വരുന്ന ഇനങ്ങളാണെങ്കിൽ അവയുടെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ. സാധാരണ ഇത്തരം മേളകൾ കുട്ടികളാണ് പങ്കെടുക്കുന്നതെങ്കിലും അതിൽ യഥാർത്ഥത്തിൽ രക്ഷാകർത്താക്കളുടെയോ അധ്യാപകരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളുടെയും പ്രകടനമാണ് ഇത്തരം മേളകളിൽ കൂടുതൽ കാണുന്നതെങ്കിൽ ഈ വർഷം മുതൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള കുറേ നിർദ്ദേശങ്ങൾ ഈ വർഷത്തെ അതാണ് ഈ വർഷത്തെ മേളയുടെ ഒരു പ്രത്യേകത. എന്തായാലും കുട്ടികളുടെ മികവുകൾ പ്രകടിപ്പിക്കുന്ന ഈ മേള ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളും MSVMലുമായിട്ട് നടക്കുന്നു. ഇതിൻ്റെ പ്രോഗ്രാം സമയബന്ധിതമായി പരാതികളില്ലാതെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.